നല്ല കുറച്ച് ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ ഞാൻ കുറച്ചെടുത്തിട്ടൊന്ന് പൊരിക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചേ. ഈ മാറ്റി വെച്ചതിൽ ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം അത് മിക്സ് ചെയ്ത് പുരട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂറായി. ഞാൻ ഇനി ഇതൊന്ന് പൊരിക്കാനായിട്ട് പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ടേ. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണയൊക്കെ നല്ല ചൂടായിട്ടുണ്ട്. ഞാനൊന്ന് ഇതിലോട്ടൊന്ന് ഇടുവാണ്. ഈ കഷ്ണങ്ങളെല്ലാം എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഇട്ടിട്ടൊരു 3-4 മിനിറ്റായി. ഇനി നമുക്ക് അതിനൊന്ന് തിരിച്ചിടാവേ. ഓരോന്നായിട്ട് എടുത്തിട്ട്, കാരണം ഒരു സൈഡൊക്കെ നല്ലവണ്ണം മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിടാം. നല്ലവണ്ണം ഒരു സൈഡെല്ലാം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് സവാളയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞത് ഒന്നിട്ടേക്കാവേ. അതും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ കിടന്ന് ഒന്ന് മൂത്ത് വരട്ടെ. ഓക്കെ, അങ്ങനെ ഉള്ളിയെല്ലാം നല്ല മുരിഞ്ഞ് ചൂര മീൻ നല്ല മുരിഞ്ഞ് നല്ല പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് ഉള്ളിയും കൂടെ ഇട്ടിട്ട് ഫ്രൈ ചെയ്താൽ നല്ല നമ്മളൊരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഉള്ളില്ലേ, അതുപോലെ നമുക്ക് മീനിലും ഇങ്ങനെ ഉള്ളിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ.